നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. ഇൻഫോർമേറ്റീവായ പുതിയ ഒരു വാർത്താ അപ്ഡേറ്റ്സിലേക്ക്. സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളും വിവിധ ക്ഷേമനിധി ബോർഡ് പെൻഷൻ ലഭിക്കുന്ന ഗുണഭോക്താക്കളും അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ പങ്കുവയ്ക്കുന്നത്. വീഡിയോ മുഴുവനായും ശ്രദ്ധിക്കണം. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്കിലൂടെയാണ് നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ ചെയ്യുവാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകളിലേക്ക് വരാം. ഈ വരുന്ന ഉത്സവ സീസണിലും, അതായത് ഈ ഒരു ഓണക്കാലത്ത് 2 മാസത്തെ ക്ഷേമ പെൻഷൻ 3200 രൂപയായിരിക്കും വിതരണം എന്നാണ് അറിയുന്നത്. കഴിഞ്ഞ മാർച്ച് മാസം മുതൽ എല്ലാ മാസവും അവസാനം അതാത് മാസത്തെ പെൻഷൻ പ്രഖ്യാപിച്ച് വിതരണം നടത്തി വരികയാണ്. 5 മാസത്തെ പെൻഷൻ ഇപ്പോഴും കുടിശ്ശികയായി തന്നെ നിൽക്കുകയാണ്. ഇതിൽ 2 മാസത്തെ തുക ഈ വർഷവും 3 മാസത്തെ തുക അടുത്ത വർഷവും വിതരണം ചെയ്ത് കുടിശ്ശിക തീർക്കുമെന്നാണ് മുഖ്യമന്ത്രി മുൻപ് അറിയിച്ചിരുന്നത്. ഇതിൽ ഈ വർഷം നൽകുമെന്നറിയിച്ച 2 മാസത്തെ കുടിശ്ശിക പെൻഷനിൽ 1 മാസത്തെ തുകയും ചേർത്താണ് ഈ ഒരു ഓണത്തിന് 2 മാസത്തെ പെൻഷൻ തുകയായ 3200 രൂപ വിതരണം ചെയ്യുക. ആഗസ്റ്റ് മാസത്തെ പെൻഷൻ തുകയും 1 മാസത്തെ കുടിശ്ശിക പെൻഷൻ തുകയും ഒരുമിച്ച് ചേർത്തായിരിക്കും വിതരണമുണ്ടാവുക എന്നുള്ള സൂചനകളാണ് ലഭിക്കുന്നത്. സെപ്റ്റംബർ 15-നാണ് ഓണം എന്നതിനാൽ തന്നെ ആദ്യ വാരത്തിൻ്റെ അവസാനത്തോടെ ഈ ഒരു പെൻഷൻ വിതരണം ആരംഭിക്കും എന്നാണ് കരുതുന്നത്. സഹകരണ ബാങ്കുകൾ വഴി വീടുകളിലേക്കുള്ള പെൻഷൻ വിതരണം പൂർത്തീകരിക്കുന്നതിന് 2 ആഴ്ചയോളം എടുക്കും എന്നതിനാൽ പരമാവധി ആളുകൾക്ക് ഓണത്തിന് മുൻപ് തന്നെ ഈ ഒരു പെൻഷൻ ലഭിക്കുന്നതിന് സെപ്റ്റംബർ ആദ്യ ആഴ്ച അവസാനമെങ്കിലും വിതരണം ആരംഭിക്കേണ്ടതുണ്ട്. സെപ്റ്റംബർ മാസം മുതൽ ക്ഷേമ പെൻഷൻ മുടങ്ങാതെ ലഭിക്കുന്നതിന് വേണ്ടി ആഗസ്റ്റ് 24-നുള്ളിൽ വാർഷിക മസ്റ്ററിംഗ് പൂർത്തിയാക്കേണ്ടതുണ്ട്. അക്ഷയ കേന്ദ്രങ്ങളിലെത്തി ആധാർ നൽകി ബയോമെട്രിക് മസ്റ്ററിംഗ് പൂർത്തിയാക്കാത്തവർ ഇനിയും ഒട്ടേറെ പേർ ബാക്കിയുണ്ടെന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. 24-ാം തീയതിക്കുള്ളിൽ മസ്റ്ററിംഗ് പൂർത്തിയാക്കാത്തവർക്ക് സെപ്റ്റംബർ മാസം മുതലുള്ള പെൻഷൻ മുടങ്ങുവാൻ സാധ്യതയുണ്ട്. പെൻഷൻ വാങ്ങുന്നവർ നിർബന്ധമായും വാർഷിക മസ്റ്ററിംഗ് ചെയ്തിരിക്കണം. നിലവിൽ പെൻഷൻ വാങ്ങുന്നവർ ജീവിച്ചിരിപ്പുണ്ടെന്നും അർഹരായിട്ടുള്ള ഗുണഭോക്താക്കൾക്ക് തന്നെയാണ് ഈ ഒരു പെൻഷൻ ലഭിക്കുന്നതെന്നും സർക്കാരിന് ബോധ്യപ്പെടുന്നതിന് വേണ്ടിയാണ് ഈ ഒരു മസ്റ്ററിംഗ് നിർബന്ധമാക്കിയിരിക്കുന്നത്. കാരണം മരണപ്പെട്ടവരുടേതടക്കമുള്ള പെൻഷൻ അനർഹരായിട്ടുള്ള ആളുകൾ കൈപ്പറ്റുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ മുൻപ് പുറത്തു വന്നിരുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള ആളുകളെയൊക്കെ പുറത്താക്കുന്നതിനു കൂടി വേണ്ടിയാണ് ഈ ഒരു മസ്റ്ററിംഗ് നിർബന്ധമാക്കിയിരിക്കുന്നത്. ഇനി കിടപ്പ് രോഗികളോ വാർദ്ധക്യ സഹജമായിട്ടുള്ള ആവശ്യകതകളോ അനുഭവിച്ച് അക്ഷയ കേന്ദ്രങ്ങളിൽ എത്താൻ സാധിക്കാത്ത ആളുകളാണെങ്കിൽ അങ്ങനെയുള്ള ആളുകൾ അക്ഷയ പ്രതിനിധികളെ അറിയിക്കുകയാണെങ്കിൽ വീടുകളിലെത്തി മസ്റ്ററിംഗ് പൂർത്തിയാക്കുന്നതാണ്. മസ്റ്ററിംഗ് നടത്താത്തത് മൂലം പെൻഷൻ മുടങ്ങിയിട്ടുള്ള ആളുകൾക്ക് പിന്നീട് എപ്പോഴാണോ അവർ മസ്റ്ററിംഗ് പൂർത്തിയാക്കുന്നത് അത് മുതലുള്ള പെൻഷൻ തുടർന്ന് ലഭിക്കുകയും ചെയ്യും. എന്നാൽ മസ്റ്ററിംഗ് മൂലം തടസ്സപ്പെട്ടിട്ടുള്ള പെൻഷൻ കുടിശ്ശിക നിങ്ങൾക്ക് ലഭിക്കുകയില്ല എന്നുള്ളൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കണം. അതുപോലെ തന്നെ മറ്റൊരു അറിയിപ്പ് വന്നിരിക്കുന്നത്, ബാങ്ക് വഴി പെൻഷൻ ലഭിക്കുന്നവർ ഒറ്റയ്ക്ക് താമസിക്കുന്നവരോ അനാരോഗ്യം മൂലം ബാങ്കിലെത്താൻ കഴിയാത്തവരോ ആണെങ്കിൽ അങ്ങനെയുള്ള ആളുകളുടെ പെൻഷൻ വീട്ടിലെത്തിച്ച് നൽകുമെന്ന് തദ്ദേശ മന്ത്രി MP രാജേഷ് അറിയിച്ചിട്ടുണ്ട്. പൊതുജനങ്ങൾ എല്ലാവരും തന്നെ ശ്രദ്ധിച്ചിരിക്കേണ്ട, എല്ലാവരുടെയും അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിശദ വിവരങ്ങളാണ് പങ്കുവച്ചത്. മറ്റുള്ളവരിലേക്കും ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ എഴുതി അറിയിക്കുക. പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും അനൂപ് സൈനിങ് ഓഫ്.